ഈ സ്വർണം, ഈ കല്യാണം, ഈ ജീവിതം എന്നുള്ള കൺസെപ്റ്റുകളെല്ലാം നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വേറൊരു ജീവിതമായിരിക്കും. അത് നമുക്കിവിടെ നമുക്ക് സംസാരിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും. നല്ല സിനിമയാണെന്ന് അറിഞ്ഞാൽ പോലും ആൾക്കാർ ചിലപ്പോൾ നമുക്ക് OTT വരുമ്പോൾ കാണാമെന്നുള്ളൊരു ചിന്ത ആൾക്കാരിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ കണ്ടവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ തിയേറ്ററിൽ വർക്കാവാത്തതുകൊണ്ട് അത് OTT എടുക്കുന്നില്ല. അപ്പോൾ ആ പടത്തിൻ്റെ ഭാവി ഇങ്ങനെ ഇരിക്കുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ എത്തിക്കേണ്ടതെന്ന് നമുക്കറിയില്ലാത്ത ഒരു രീതിയിൽ ഇരിക്കുകയാണ്. സ്വർണം കല്യാണത്തിന് ആവശ്യമില്ല, പെണ്ണ് തന്നെയാണ് ധനം. അവർ സ്വന്തമായിട്ട് ജോലി ചെയ്യുക, സ്വന്തം കാലിൽ നിൽക്കുക. എന്തായിരുന്നു ഈ പൊന്മാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇത്രയും വലിയൊരു വിജയമാകും എന്നുള്ളത്? പൊന്മാൻ ചെയ്തപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ നല്ലൊരു സിനിമയായിരിക്കും ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തായിരുന്നു. കാരണം ഈ കഥ ഞാൻ മുമ്പേ വായിച്ചിട്ടുണ്ട്. അപ്പോഴേ തന്നെ നമുക്കിത് സിനിമ നമ്മൾ കഥ വായിക്കുമ്പോൾ തന്നെ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് നമ്മളിത്. നോവലാണ്, ഇന്ദുഗോപൻ സാറിൻ്റെ ഒരു നോവലാണ്, 4-5 ചെറുപ്പക്കാരെന്നുള്ള നോവലാണ് സിനിമയായത്. അപ്പോൾ ഈ നോവൽ പണ്ട് വായിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് അത് തോന്നുന്നത്. നമുക്ക് വായിക്കുമ്പോഴേ വിഷ്വൽ കിട്ടും. അപ്പോൾ അത് സിനിമയാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ അതിന് വരുത്തിയിട്ടുണ്ട് നോവലിൽ നിന്ന്. കാരണം നോവൽ അതേപോലെ സിനിമയാക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ സോൾ ഒട്ടും പോകാതെ അതിനേക്കാളും നന്നായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റി. ആൾക്കാർ കണ്ടവരും ഈ വായിച്ചവർ തന്നെ അത് കണ്ടിട്ട് നമ്മളെടുത്ത് പറഞ്ഞത് ബുക്ക് വായിച്ചതുപോലെ ആയി, അല്ലെങ്കിൽ ചിലതൊക്കെ അതിന് മേളിലായി എന്ന് കേൾക്കുമ്പോൾ ആ ഒരു സാധനം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ ചെയ്തു വരുമ്പോഴേ ഭയങ്കര ഫീലുള്ള ഒരു സോളുള്ള പടമാണെന്ന് നമുക്ക് എവിടേക്കോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഡയലോഗ്സ് ആയാലും ഇപ്പോഴുള്ള മലയാള സിനിമ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡയലോഗ്സ് ഇങ്ങനെയുള്ള മിസ്സിങ് ആണ്. കാരണം അത് ചിലപ്പോൾ വർക്കൗട്ട് ആവില്ലെന്ന് തന്നെ നമുക്ക് ചിലപ്പം തോന്നും. കാരണം കുറച്ച് നാടകീയതയ്ക്കുള്ള ഡയലോഗ്സ് ആണ്. പിന്നെ അത് ഇന്ദുവൻ സാർ എഴുതുമ്പോഴും അതിൻ്റെ അകത്തുള്ളൊരു ഇത്രയും നാടകീയമായിട്ടുള്ള ഡയലോഗ് ആണെങ്കിൽ പോലും അത് നമുക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ നമുക്ക് എവിടേക്കോ ടച്ച് ചെയ്യുന്ന, ഫീൽ ചെയ്യുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡയലോഗ്സ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളത് പറയുമ്പോഴും നമുക്ക് തോന്നും, ഇത് കൊള്ളാമല്ലോ, നല്ല ഡയലോഗാണല്ലോ എന്ന് തോന്നും. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് എവിടെയെങ്കിലുമൊക്കെ നന്നായിട്ട് വരും, നല്ല സിനിമയായിട്ട് വരും, ആൾക്കാർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിട്ട് വരും എന്ന് തോന്നിയായിരുന്നു. അങ്ങനെയാണ് തോന്നിയത്. OTT റിലീസ് ആയതോടുകൂടി ഒത്തിരി ആൾക്കാരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇത് തിയേറ്ററിൽ മിസ് ചെയ്തു, തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തു എന്നുള്ളത് ഒത്തിരി ആൾക്കാർ, ഇവൻ ഞാൻ ഉൾപ്പെടെ പറയാണ്, എനിക്കും തിയേറ്റർ മിസ്സായ ഒരു പടമാണ്. ഞാൻ OTTയിൽ കണ്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയതാണ് ഒരു മസ്റ്റ് വാച്ച് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ ആ ഒരു കാര്യത്തിനെ എങ്ങനെ നോക്കി കാണുന്നു? അല്ല, എന്തുകൊണ്ടാണ് തിയേറ്ററിൽ പോകാത്തത് ഈ സിനിമ? ആക്ച്വലി എനിക്ക് തിരക്കുള്ളത് കാരണം കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞായിരുന്നു, സജസ്റ്റ് ചെയ്തായിരുന്നു ഈ മൂവി പോയി കാണും. പക്ഷെ നമ്മുടെ ഈ ഷെഡ്യൂളൊക്കെ കാരണം വരുമ്പോഴത്തേനും മേ ബി ലേറ്റ് നൈറ്റ് ഒക്കെ വരുമ്പോഴത്തേനും നമുക്കത് മിസ്സാവും, വർക്കൊക്കെ ഉള്ളത് കാരണം. എനിക്ക് അങ്ങനെ മിസ്സായതാണ്. നോർമലി ഞാൻ അങ്ങനെ മിസ്സാക്കാറില്ല. അപ്പോൾ ഒത്തിരി ഞാൻ നോക്കിയപ്പോൾ കമന്റ്സിലാണെങ്കിലും ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണിത്. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ ആ സമയത്തും ഇന്ന് ഭയങ്കരമായിട്ട് റിവ്യൂ ചെയ്യുന്നു, കണ്ടവരൊക്കെ ഭയങ്കര അഭിപ്രായം പറയുന്നു, നല്ല റിവ്യൂസ് വരുന്നു. എന്നിട്ടും ആളുകളുടെ ഒരു തള്ളിക്കയറ്റം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ഭയങ്കര ഹിറ്റ് പടങ്ങളുടെ ഒരു തള്ളിക്കയറ്റമൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആലോചിച്ച് എന്താണ് അപ്പോഴുണ്ടാകുന്ന പ്രശ്നമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ പ്രിഫറൻസ് ഓഫ് ഗോയിങ് ടു തിയേറ്റർ ടു വാച്ച് എ മൂവി എന്നുള്ള സാധനം അത് എവിടേക്ക് മാറി. അവർക്കൊന്നെങ്കിൽ ഇപ്പോൾ ഭയങ്കര വലിയ പടങ്ങൾ, തിയേറ്റർ വാച്ച് മസ്റ്റായിട്ടുള്ള വലിയ പടങ്ങൾ, അല്ലെങ്കിൽ ഫുൾ ഓൺ ഫുൾ ഫൺ പടങ്ങൾ, അല്ലെങ്കിൽ ത്രില്ലർ പടങ്ങൾ, ഇങ്ങനെ കുറച്ച് ജോണറിലോട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സിനിമകളിലോട്ടും ആൾക്കാർ തിയേറ്ററിൽ പോകുന്നത് ഇങ്ങനെയുള്ള സിനിമകൾക്ക് മാത്രമാക്കി വരുന്നുണ്ട്. ആ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ എനിക്ക് കണ്ടു തോന്നുന്നത്. ബാക്കിയുള്ള സിനിമകളൊക്കെ ഇവർ പറയുന്നത് നമുക്ക് OTT വരുമ്പോൾ കാണാം, നല്ല സിനിമയാണെന്ന് അറിഞ്ഞാൽ പോലും ആൾക്കാർ ചിലപ്പോൾ നമുക്ക് OTT വരുമ്പോൾ കാണാമെന്നുള്ളൊരു ചിന്ത ആൾക്കാരിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ OTTയിൽ ഇപ്പം പഴയ പോലെ അല്ല സിനിമകൾ എടുക്കുന്നത്. അവരിപ്പോൾ എല്ലാ സിനിമകളും OTTയിലോട്ട് വരുന്നില്ല. തിയേറ്ററിൽ വർക്കായ സിനിമകൾ മാത്രമേ അവർ OTTയിലോട്ട് വരുന്നുള്ളൂ. അപ്പോൾ നല്ല സിനിമകളാണെങ്കിൽ പോലും തിയേറ്ററിൽ ഇതുപോലെ ആൾക്കാർ പിന്നെ OTT കാണാമെന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ചില പടങ്ങളൊക്കെ തിയേറ്ററിൽ ഡൗൺ ആയി പോകാറുണ്ട്. അങ്ങനെയുള്ള പല സിനിമകളും OTTയിൽ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ള പല സിനിമകളും ഉണ്ട് ഇപ്പോൾ ഇപ്പം ഞാനും കൂടെ എഴുതിയ ഒരു പടമുണ്ട്, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് ഇതുപോലെ ചെറിയ പടമായിരുന്നു, പിള്ളേരുടെ പടമായിരുന്നു. അജുവേട്ടനും സൈജു കുറുപ്പൊക്കെയാണ് അഭിനയിച്ചിരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല റിവ്യൂ വന്നതാണ്. റിവ്യൂസ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഭരദ്വാജ് രംഗൻ അതിനെപ്പറ്റി നല്ല റിവ്യൂ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ റിവ്യൂ വന്നിട്ട് പോലും ആൾക്കാർ തിയേറ്ററിലോട്ട് അത് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ OTT ബിസിനസ്സിനെ അത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും OTT ഇതുവരെ കച്ചവടമായിട്ടില്ല. പക്ഷെ കണ്ടവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ തിയേറ്ററിൽ വർക്കാവാത്തതുകൊണ്ട് അത് OTT എടുക്കുന്നില്ല. അപ്പോൾ ആ പടത്തിൻ്റെ ഭാവി ഇങ്ങനെ ഇരിക്കുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ എത്തിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ലാത്ത ഒരു രീതിയിൽ ഇരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി അത് എപ്പോഴെങ്കിലും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നല്ല പടമാണെന്നൊരു എങ്ങനെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അത് വലിയ പടമെന്നോ ഇന്ന ജോണറിലുള്ള പടമെന്നോ സീരിയസ് പടമെന്നോ ഒന്നും നോക്കാതെ അവർ നല്ല പടം പിന്നത്തേക്ക് മാറ്റി വയ്ക്കും. OTT വരാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ ചിലപ്പോൾ OTT കാണാൻ പറ്റിയില്ലെന്ന് വരും.
അപ്പം അങ്ങനെ ഇതിപ്പം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ അങ്ങനെ ഒരു പടങ്ങളിൽ ഒന്ന് മാത്രമാണ്. അതേപോലെ ഇഷ്ടംപോലെ പടങ്ങളുണ്ട്, കഴിഞ്ഞ വർഷം ഇറങ്ങിയാലും ഈ വർഷം ഇറങ്ങിയാലും ഒരുപാട് പടങ്ങളുണ്ട്. അപ്പം ആ ഒരു ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് മാറി, അല്ലെങ്കിൽ ആൾക്കാരുടെ വ്യൂയിങ് പാറ്റേൺ മാറി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും പൊന്മാനും ഈ ഒരു സംഭവം സംഭവിച്ച ഒരു സീരിയസ് പടം, ഫൺ അല്ലാത്തൊരു പടം, കുറച്ച് സീരിയസ് ടോണിലുള്ള പടം ആണെന്നുള്ള ആൾക്കാരിലെ ഒരു മുൻധാരണ ഉണ്ടോ, ഇത് എൻ്റെ വ്യൂ ആണ്, ചിലപ്പം തെറ്റായിരിക്കാം. അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ OTT വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഇരുന്നിട്ടുണ്ടാവാം കുറച്ച് ആൾക്കാരെങ്കിലും. അതുകൊണ്ടായിരിക്കും ആ ഒരു തള്ളിക്കയറ്റം കുറവുണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ ചേട്ടൻ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് പോലെ തന്നെ വേറൊരു കാര്യമാണ് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ലൈക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ആൾക്കാരുടെ അഭിപ്രായം നോക്കിയിട്ട് നമുക്ക് കാണാമെന്ന രീതിയിൽ വെക്കുന്നവരുണ്ട്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു, മൗത്ത് പബ്ലിസിറ്റി കുറവായിരുന്നോ? അതായത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് അല്ല, മൗത്ത് പബ്ലിസിറ്റി ഇതിനുണ്ടായിരുന്നു അത്യാവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ വൺ ഓഫ് ദി റീസൺ ആണ്. ഈ പറഞ്ഞ വേറെ പല കാരണങ്ങളുണ്ടാവാം, ചിലപ്പോൾ നമ്മളെ ഭാഗത്തുനിന്നുണ്ടായ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, അറിയില്ല, മാർക്കറ്റ് ചെയ്യപ്പെട്ടില്ല, എന്തെങ്കിലും കാണുമായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മേജർ പ്രശ്നം ഇത് തന്നെയായിരുന്നു. പിന്നെ ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞിരുന്നത്. ആ സമയത്തും നല്ല റിവ്യൂസ് വന്നുകൊണ്ടിരുന്നു, എല്ലാവരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഞാനൊരു ഫേസ്ബുക്കിലെ ഒരു ഇപ്പോഴും വന്ന റിവ്യൂവിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് കണ്ടത്, ആൾക്കാരൊക്കെ നല്ലത് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ ഇപ്പം ഞാൻ അതിൽ ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല, നമുക്ക് ഓരോരുത്തരെയും നിർബന്ധിച്ചുകൊണ്ട് തിയേറ്ററിൽ കാണിക്കാൻ പറ്റില്ല, അവർക്ക് തോന്നണ്ടേ, അവരുടെ ചോയ്സ് അല്ലേ അത്. അപ്പോൾ അത് അങ്ങനെയാണെന്ന് തോന്നുന്നു, അറിയില്ല. ഒരു റിയലിസ്റ്റിക് മൂവി തന്നെയാണ് പൊന്മാൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും, അതിലെ സ്ലാങ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ലൈഫ് സിറ്റുവേഷൻസ് ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേട്ടൻ്റെ ക്യാരക്ടർ ബ്രൂണോ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ എവിടെയൊക്കെയോ കണ്ടു മറന്നിട്ടുള്ള ഫേസസ് ആണ്. അതായത് ഇപ്പം ഞാൻ പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സഖാവ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സഖാവില്ല, എനിക്ക് ഒത്തിരി സഖാക്കന്മാരെ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അതിനിപ്പം കോളേജ് തന്നെ ആവണമെന്നില്ല, മേ ബി നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നാട്ടുകാരിലായിരിക്കാം, ഏതെങ്കിലും ഒരു ക്യാരക്ടർ അങ്ങനെ കാണും. അപ്പോൾ ചേട്ടൻ ഈ ഒരു റോള് ചെയ്തപ്പോൾ ചേട്ടന് ചലഞ്ചായിരുന്നു അത് ഒന്നും കൂടെ ഈസി ആയിരുന്നു. കാരണം ചേട്ടനും ആ ഒരു അറ്റ്മോസ്ഫിയർ കാണുമല്ലോ, ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ പരിചയം ഉണ്ടായിരിക്കാം. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടായിരുന്നോ ഈ ഒരു ബ്രൂണോ ചെയ്യാൻ നേരം? ആക്ച്വലി ഇത് ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായാലും കോളേജ് രാഷ്ട്രീയത്തിലായാലും ഒക്കെ നമ്മൾ പലപ്പോഴും പല ആൾക്കാരെയും കണ്ടതിൻ്റെ ഒരു ചായവുണ്ട്. അത് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല കേട്ടോ. അത് ഇപ്പം ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന പാർട്ടിയെ പറ്റി കുറ്റം, അങ്ങനെയൊന്നും അല്ല, അത് എല്ലാ പാർട്ടിക്കാരിലും ഉണ്ട്. അപ്പോൾ ഇതിലെ ബ്രൂണോ എന്നുള്ള ക്യാരക്ടറിനെ വെച്ച് നമുക്ക് ഒരിക്കലും ഒരു പാർട്ടിയെ വിമർശിക്കാൻ പറ്റില്ല. കാരണം അതെന്ന് വെച്ചാൽ ഇത് ബ്രൂണോ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ബ്രൂണോ ബാക്കി കാര്യങ്ങൾ അനുഭവിക്കുന്നത് ആ സിനിമയ്ക്കകത്ത്. അതിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് എനിക്കറിയില്ല. അത് ഒരു സീനിൽ പറയുന്നുണ്ട്, പാർട്ടി പറഞ്ഞോ അച്ഛനെ പോയി തല്ലാൻ, നല്ല പള്ളിയിൽ പോയി അടി ഉണ്ടാക്കാൻ ചോദിച്ചിട്ടുണ്ട്. പാർട്ടി പറഞ്ഞിട്ടില്ല, അത് അയാളുടെ നിലപാട്, അയാളുടെ ചോയ്സും ആയിരുന്നു. പാർട്ടി പിന്നിലുണ്ടാവും എന്നുള്ള അയാളുടെ ഒരു അഹങ്കാരവും കുറെ പേര് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. പാർട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവില്ല, കുറച്ച് അഹങ്കാരത്തോടെയൊക്കെ. ആ ഒരു പാറ്റേൺ നമ്മൾ ആൾക്കാർ കണ്ടിട്ടുണ്ട്, പല പാർട്ടിയിലായാലും ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ എപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടാവും നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരുടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ കഥ ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ളപ്പോഴും നമുക്ക് ഈ കഥ വായിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ബ്രൂണോ എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വന്നപ്പോൾ ബ്രൂണോയ്ക്ക് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടി, സ്പേസ് കൂടുതൽ, കഥയെക്കാളും കുറച്ചും കൂടെ സ്പേസ് കിട്ടി. അവസാനം ആ തിരിച്ചു വരുന്നതൊന്നും കഥയിലില്ലായിരുന്നു, നോവലില്ലായിരുന്നു. അതൊക്കെ ഇതിനു വേണ്ടി ഒരു ക്ലോഷറിന് വേണ്ടി ആഡ് ചെയ്തതാണ്. അപ്പോൾ മാറിയൊരു മനുഷ്യനാണ് അവസാനം വരുമ്പോൾ ബ്രൂണോ, മാറിയൊരു മനുഷ്യനാണ്. അപ്പോൾ അതാണ് ശരിക്കുള്ളൊരു പാർട്ടിക്കാരൻ എന്ന് പറയുമ്പോൾ. നമ്മളെ തെറ്റുകൾ തിരുത്തി, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അത് രാഷ്ട്രീയക്കാരൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ആവേണ്ടതാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുക, അങ്ങനെ തിരുത്തി ഒരു നല്ല മനുഷ്യനാവാൻ പോരാടാൻ തയ്യാറായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ബ്രൂണോയാണ് അവസാനം കാണിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഈ പറയുന്ന പോലെ മാറാനൊന്നും തയ്യാറാവാതെ എവിടെയൊക്കെ പോയി നശിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ഇതിൽ ബ്രൂണോ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും, അത് ഉറപ്പായിട്ടും കാണും. പിന്നെ ഈ ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നു, ഈ ബ്രൂണോ എന്നുള്ള ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ഉണ്ട്. അത് തുടങ്ങിയെടുത്തല്ല അവസാനം നിൽക്കുന്നത്, അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അയാൾ അഹങ്കാരിയാണ്, പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പിടിച്ചടിക്കി കൊടുക്കാൻ തോന്നും, പിന്നെ ഭയങ്കര സഹതാപം തോന്നും ഇവൻ്റെ അടുത്ത്. ഇവന്റെ കാര്യം ആലോചിച്ച് നമുക്ക് കഷ്ടം തോന്നും, ചെകുത്താൻ്റെ കടലിന്റെ നടുക്കായി പോകുമെന്ന് തോന്നും. പിന്നെ അവസാനം അവൻ്റെ കാര്യത്തിൽ സന്തോഷം അങ്ങനെയും തോന്നും. അപ്പം അങ്ങനെ ഒരു ഷിഫ്റ്റുള്ള ക്യാരക്ടറാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി അടുത്ത ഞാൻ ചോദിക്കാവുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഒത്തിരി ആൻസർ പറഞ്ഞു മടുത്ത് കാണും, എന്നാലും ചോദിക്കാണ്ട് വയ്യ.
ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു നായകനായിട്ട് മുന്നേയും അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു പടത്തിൽ എന്ന് പറയുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജ് പുള്ളിയുടെ കൂടെ ഒത്തിരി കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി പരിചയമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മൂവിയിൽ വന്നപ്പോഴേക്കും ആ ഒരു കോംബോ വർക്ക്ഔട്ട് ആയോ, അതായത് ഒന്നും കൂടെ സ്മൂത്ത് ആയിരുന്നോ ചെയ്യാനായിട്ട്, പുള്ളിയുടെ ടിപ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതായത് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ പുള്ളി എങ്ങനെയായിരുന്നു ത്രൂ ഔട്ട് ദ ഷൂട്ടിൽ, എങ്ങനെയായിരുന്നു ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ടായിരുന്നോ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഡയറക്ടർ ഉണ്ട് പുള്ളിക്കകത്ത്, അപ്പോൾ എങ്ങനെയായിരുന്നു പുള്ളിയായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ്? പുള്ളിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എങ്ങനെയാണ് സിനിമ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സീനാണ് ആ ലോഡ്ജിലെ സീന്. ആ ലോഡ്ജിലെ സീന് എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ തുടങ്ങി, അത് നമ്മളൊരു സെൻറ്റി അടിയിൽ തുടങ്ങി, അവിടെ ചെറിയ കോമഡിയൊക്കെ വരുന്നു, അവസാനം ഇവനൊരു ഫോൺ കോൾ വരുന്നു, വെളിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഇവനെ കൊല്ലാൻ പോകുന്നു തോന്നുന്നു, തൂങ്ങി മരിക്കാൻ പോകുന്നു, അവിടെയും ചിരി വരുന്നു. പിന്നെ ഇവൻ മോട്ടിവേഷൻ, അജേഷിൻ്റെ ഒരു വലിയ മോട്ടിവേഷൻ ഉണ്ട്. അതാണ് നമുക്ക്, എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ നമ്മളെ പ്രായത്തിലുള്ള ആൾക്കാർക്കും അത് കണക്റ്റ് ആവും, ആ ഒരു മോട്ടിവേഷൻ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു അടിയിലോട്ട് പോകുന്നു, പിന്നെ ഒരു സഹതാപം തോന്നുന്നു. അങ്ങനെ ഒരു ഭയങ്കര വേരിയേഷനുള്ള സീനാണ്, ഇത്രയും വലിയ സീന്. ഈ സീന് പുള്ളി ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി കണ്ടിട്ടുണ്ട് എന്താണ് പുള്ളി ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ പുള്ളിക്കുള്ളിൽ ആ പ്രോസസ്സ് ഇങ്ങനെ നടക്കുന്നത് ഞാൻ ഇങ്ങനെ മാറി നോക്കി കണ്ടിട്ടുണ്ട്. പുള്ളി ഒരു ബ്രില്യൻ ഡയറക്ടറാണ്, നല്ലൊരു ആക്ടറുമാണ്. അപ്പോൾ ഈ ബ്രില്യൻ ഡയറക്ടർ ആവുകൊണ്ട് തന്നെ പുള്ളിക്ക് ഈ സീൻ എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് പോകുന്നതെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് പുള്ളിയുടെ വർക്ക് ചെയ്യാൻ തന്നെ. നമുക്കറിയാം പുള്ളി എന്താണ് ചെയ്യുന്നത്, അതിന് സപ്പോർട്ട് ചെയ്ത് നിന്നു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് നമ്മൾ ജയ്ഹേൽ എനിക്ക് കുറച്ച് സീൻസേ നമുക്ക് അധികം സീൻ കോമ്പിനേഷൻസ് ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ ഇതിലാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഒരിക്കലും നമുക്കൊരു ഒരു കംഫോർട്ട് ഇല്ലാതെ തോന്നിയിട്ടില്ല. നല്ല കംഫോർട്ടാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. പുള്ളി നമ്മളെ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യും, നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ പുള്ളി അതിനനുസരിച്ച് ഇട്ട് തരും. അപ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ടബിൾ ഫാക്ടർ ഉണ്ട് അവിടെ. അപ്പോൾ ഭയങ്കര രസമാണ് പുള്ളിയോട് വർക്ക് ചെയ്യാൻ. എനിക്ക് ഒരു തരത്തിലും ഒരു പേടിയോ അല്ലെങ്കിൽ വേറെ ഒന്നും തോന്നിയിട്ടില്ല. പുള്ളി ഭയങ്കര രസമായിട്ടാണ് നമുക്കും ചെയ്തത്. നമുക്കും ആവശ്യമുള്ള ടിപ്സ് തരും. ആ ഒരു സമയത്തൊക്കെ എങ്ങനെ പിടിച്ചു വെക്കാം എന്നൊക്കെ പറയും. നമ്മൾ പറയുന്ന സജഷൻസും പുള്ളി ഓക്കെയാണ്, എടുക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ അത് അങ്ങനെ കൊണ്ടും കൊടുത്തും പോകുന്നതാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവാൻ കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും അങ്ങോട്ടും പറയാം, ഒരു ആക്ടറിന് ഇങ്ങോട്ടും പറയാം എന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഡയറക്ടറിൻ്റെ ഇൻപുട്ട് നമുക്കും ഡയറക്ടറിൻ്റെ അടുത്ത് പറയാം, ഇങ്ങനെ ഒരു സജഷനൊക്കെ പറയാം, ചില നല്ലതാണെങ്കിൽ എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. നല്ല സിനിമകൾ ഉണ്ടാകുന്നത് അങ്ങനത്തെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോഴെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ. ഈ മൂവി പറയാതെ പറയുന്ന വേറൊരു മെസ്സേജ് ഉണ്ട്. ഇതിപ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെങ്കിലും നമുക്ക് വേറൊരു തലത്തിൽ നോക്കുമ്പോഴേക്കും നമ്മൾ വളരെയധികം പതിന്നൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഈ മൂവിയിൽ പറയുന്ന ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്നും അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ കല്യാണം കഴിക്കുമ്പോൾ സ്വർണ്ണം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്നതും, അതിനുവേണ്ടി സഹോദരൻ എന്ന് പറയുന്ന ഒരാൾ, ലൈക്ക് നമ്മളിപ്പോൾ അച്ഛനില്ലാന്നുണ്ടെങ്കിൽ സഹോദരനായിരിക്കണം, അനിയത്തിയെ കെട്ടിച്ചു വിടേണ്ടത്, ഇതൊക്കെ നമ്മൾ ഒത്തിരി മാറിയെങ്കിലും ഇനിയും മാറാത്ത ഉൾപ്രദേശങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ട്. പിന്നെ ഈ ഒരു മെയിൻ സ്റ്റോറിയിലേക്ക് പോകുന്നുണ്ട് ബേസിലായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മുടെ മെയിൻ കഥ എന്ന് പറയുന്നത് ബേസിൽ പറ്റിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ്, പക്ഷെ പറയാണ്ട് വലിയൊരു മെസ്സേജ് ആണ് ഈ ഒരു മൂവി കൊടുക്കുന്നത്. സോ അതിനെ പറ്റിയുള്ള ഒരു ചേട്ടൻ്റെ ഒരു ടേക്ക് എന്താണ് ആ ഒരു കാര്യത്തിനെ പറ്റി? എൻ്റെ ടേക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ സ്വർണം, ഈ കല്യാണം, ഈ ജീവിതം എന്നുള്ള കൺസെപ്റ്റുകളെല്ലാം നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന പോലെ ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് അർബൻ യൂത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴും അതൊന്നും മാറാൻ പറ്റാതെ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ കഥയായിട്ടാണ് നമ്മൾ ഇത് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് ഈ കഥ. അപ്പോൾ ഈ മാറ്റം അത് എത്രത്തോളം, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജനറേഷനിലുള്ള ആൾക്കാരെയൊക്കെ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മളുടെ ജനറേഷൻ നമ്മളൊരു പോരാടി നോക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. ഇപ്പം ഈ ഒരു 90s 80s അവസാനം 90s ജനിച്ച ആൾക്കാരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടമായിട്ട് നിൽക്കുന്നത്. അവർ അങ്ങോട്ടും ഇല്ല, അവർക്ക് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എന്നുള്ള സമയത്താണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമ്മളെ തൊട്ടടുത്ത് വരുന്ന ജനറേഷന് കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കല്യാണമായാലും ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ്, അല്ല വീട്ടുകാരുടെ ജോലിയല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റെഫി പറയുന്നുണ്ടല്ലോ, മല പോലൊരു രാക്ഷസിനെ വലിച്ചിട്ട് കൊടുത്ത് എന്ത് ചെയ്തു, എന്നെ കെട്ടിച്ചു വിടാൻ എന്ത് ചെയ്തു എന്നുള്ള. അപ്പം കെട്ടിച്ചു വിടാൻ എന്ത് ചെയ്തു എന്ന് ബ്രൂണെ അടുത്ത് ചോദിക്കുന്ന വരെ 10-32 വയസ്സായി. ഇപ്പം പല ട്രോളുകളും വരുന്നുണ്ട്. 10-32 വയസ്സായ സ്റ്റെഫി ഇതുവരെ എന്ത് ചെയ്തു, ജോലിയൊന്നും ചെയ്യാൻ പോകത്ത് എന്താന്ന് ചോദിച്ചു. പക്ഷെ സ്റ്റെഫിയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ അവൾ വളർന്ന സാഹചര്യവും അവരെ ചുറ്റുപാടൊക്കെ അങ്ങനെ ആയിരിക്കും. അവർക്ക് വേറൊരു ജോലിയും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. കല്യാണം മാത്രം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും സ്റ്റെഫിക്ക് അവളെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. വേറൊരു സ്ഥലത്തോട്ട് കല്യാണം കഴിഞ്ഞ് പോയി ആ സ്വർണ്ണമൊക്കെ വെച്ച് ജീവിക്കാനാണ് അവൾ നോക്കുന്നത്. അവളുടെ സാഹചര്യം അത്രത്തോളം. നമ്മളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ചേട്ടന് വലിയ ജോലിയില്ല, അമ്മ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വേറൊരു ജീവിതമായിരിക്കും. അത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് സംസാരിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും.
അപ്പോൾ അവിടത്തേക്ക് എങ്ങനെ ഈ മാറ്റം കൊണ്ടുവരാമെന്ന് വെച്ചാൽ നമുക്കറിയില്ല അത് എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. സ്വർണ്ണം ഇല്ലാതെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ ചിലപ്പം അയ്യോ അതങ്ങനെ സ്വർണ്ണം ഇല്ലാതെ കല്യാണം, അവരുടെ മോനാണെങ്കിൽ അവർ സ്വർണ്ണം വാങ്ങിച്ചേ കെട്ടുള്ളൂ എന്ന് പറയും. ഇപ്പോൾ സ്റ്റെഫിയുടെ അമ്മ തന്നെയാണ് ഇപ്പൊ ബ്രൂണോയുടെ കല്യാണത്തിനാണെങ്കിൽ ഇതേപോലെ ആവശ്യപ്പെട്ടനെ, സ്വർണ്ണം ആവശ്യപ്പെട്ടനെ. അപ്പൊ അവരുടെ മകളുടെ കാര്യം ആലോചിച്ച് ആ സമയത്തുണ്ടായ വിഷമമൊന്നും അവർ മറക്കും. അവർക്ക് സ്വർണം വേണമെന്ന് അവർ ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലുള്ള ആൾക്കാരെങ്കിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറണം. അത് എപ്പോഴാണ് മാറണം പറ്റുന്നതെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ നിന്ന് ആലോചിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. നമുക്ക് എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ സ്വർണം കല്യാണത്തിന് ആവശ്യമില്ല. പെണ്ണ് തന്നെയാണ് ധനം. അവർ സ്വന്തമായിട്ട് ജോലി ചെയ്യുക, സ്വന്തം കാലിൽ നിൽക്കുക, വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളായിട്ട് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് പറയും. പക്ഷെ അവരെ സാഹചര്യത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് വേറെ ലൈഫാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്ക് പരിചിതമല്ലാത്ത ലൈഫാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ശരികൾ കാണും, തെറ്റുകൾ കാണും, അത്രേ ഉള്ളൂ. അതേപോലെ ഈ മൂവിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഫ്ലെഷ്ഡ് റോളാണ് ചേട്ടന് വരുന്നത്. ക്ലൈമാക്സിൽ ഒരു ലാസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ബേസിലിൻ്റെ ഒരു സീനിൽ മാത്രമാണ് ഇല്ലാണ്ടുള്ളത്, ബാക്കി ത്രൂ ഔട്ട് ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ബേസിലിനുള്ളത് പോലെ തന്നെ ചേട്ടനും ഇതിൽ ഒത്തിരി ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ബേസിലിനോടൊപ്പം തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പം ഇൻട്രോ തന്നെ അമ്മയുടെ നിന്ന് ചവിട്ട് കിട്ടിയിട്ട് വരുന്നൊരു സീനാണ്. അതിൽ നിന്ന് തുടങ്ങി പാർട്ടി പുറത്താക്കി എന്നറിയുമ്പോൾ ഉള്ള ഒരു സീനും, പെങ്ങളും മുഖത്ത് നോക്കി കുറച്ച് ഡയലോഗ്സ് പറയുമ്പോൾ വിഷമാകുന്നുണ്ട്. പിന്നെ മരിക്കാനായിട്ട് പോകുമ്പോഴേക്കും അതിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട്. പിന്നെ ബേസിലിനെ കുത്താനായിട്ട് പോകുമ്പോൾ അവിടെ ഒരു ഇമോഷൻ കൺവേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഇമോഷൻസ് ചേട്ടൻ അതിൽ കൺവേ ചെയ്യുന്നുണ്ട്. അപ്പം ത്രൂ ഔട്ട് എങ്ങനെയായിരുന്നു ആ ഇമോഷൻസ് കൺവേ ചെയ്യാൻ ചേട്ടന് എളുപ്പമായിരുന്നോ? ചേട്ടൻ്റെ ഒരു രീതിയിൽ നോക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ടൊന്നുമില്ല. അതെങ്ങനെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ കഥ വായിച്ചിട്ടുള്ളതുകൊണ്ടും സ്ക്രിപ്റ്റ് അപ്പോൾ നമുക്ക് വായിക്കുന്നതുകൊണ്ടും നമ്മൾ ആ മൂഡിലോട്ട് വരും. ആ ഒരു നമ്മളൊരു പലർക്കും പല ആക്ടേഴ്സിനും പല മൂഡായിരിക്കും, പല പാറ്റേൺ ആയിരിക്കും, അല്ലെങ്കിൽ പല പ്രോസസ്സായിരിക്കും ആ ഒരു അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെ പ്രോസസ്സായിട്ട് വന്നിട്ടൊന്നുമില്ല. എങ്കിൽ പോലും നമ്മളൊരു സ്ഥലത്ത് ആ മൂഡിൽ ആ ലൊക്കേഷനിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ആ കഥയുടെ ഒരു ഭാരവും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതുമായിട്ട് മാക്സിമം അതുമായിട്ട് ഇഴകി ചേർന്ന് നിൽക്കാനേ നോക്കുള്ളൂ. ഇപ്പം എക്സാമ്പിൾ ഈ പറയുന്ന പോലെ സ്റ്റെഫിയെ കെട്ടിക്കൊണ്ടുപോയി മരിയാനയുടെ വീട്ടിൽ നമ്മൾ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അജേഷ് വരുന്നത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ അജേഷ് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും അവനെങ്കിലും മാറ്റിയിട്ട് വാ, കൊന്നിട്ടാണെങ്കിൽ കൊന്നിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇതിൽ പോയിട്ട് കല്ലെടുത്ത് അവൻ്റെ തലയിൽ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനിൽ എനിക്ക് കുറേ നേരത്തെ ഡയലോഗേ ഇല്ല. അമ്മയുടെ അടുത്ത് നിന്ന് തിരിച്ച് വന്ന് പുള്ളിയെ കല്ലെടുത്ത് എറിയാൻ പോകുന്നവരെയുള്ള സമയത്ത് എനിക്ക് ഡയലോഗ്സ് ഇല്ല, ഇമോഷൻസ് കൂടെയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലക്ലി അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അതിന് ഭയങ്കര സെറ്റായിരുന്നു. ഒരു കല്യാണം, ഇങ്ങനത്തെ ഒരു തുരുത്ത്, ചെറിയൊരു വേറൊരു സ്ഥലത്തൊരു വെള്ളമോടി, അവിടെ വേറെ ആരും ഇല്ല, പുല്ലി കിടക്കുന്നു, മൊത്തം ഒരു ഡാർക്ക് ടോണായിരുന്നു അതിന്. അപ്പം നമുക്കത് എങ്ങനെ അറിയാതെ അത് വരും. നമുക്ക് കഥയും കൂടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ആ ഒരു സാധനം വരാൻ ഞാൻ ശ്രമിച്ചു എന്നാണ് പറയേണ്ടത്. വർക്കൗട്ട് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് അപ്പോൾ ആ സമയത്ത് നമുക്കത് വരും. ഇങ്ങനെ കല്ലെടുത്തെറിയും. നമ്മൾ ആ സമയത്ത് മാത്രമാണ് അഭിനയിക്കുന്നത് കേട്ടോ. കല്ലെടുത്തെറിഞ്ഞിട്ട് ഞാൻ ആക്ഷൻ പറഞ്ഞിട്ട് ഞാൻ ഇതിങ്ങനെ കളയുമ്പോൾ കട്ടെന്ന് പറയുമ്പോഴത്തെ ബേസിൽ അവിടെ നിന്ന് കണ്ണുറന്ന് എന്നെ എറിഞ്ഞില്ലല്ലോ, കല്ല് ഒറിജിനൽ കല്ലായിരുന്നു അത്. അപ്പോൾ ഒരു കല്ല് വല്ലും കൈവിട്ട് പോയാൽ നേരെ വന്ന് ബേസിലിന്റെ തലയിലാണ് വീഴേണ്ടത് ആ സാധനം. അപ്പോൾ ബേസിൽ ഇങ്ങനെ ഇടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഫണ്ടിൻ്റെ പാർട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ആക്ടർ എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് ആ മൂഡ് മാറിയേ പറ്റുള്ളൂ. ഇത്രയും പേര് നമ്മളെ വാച്ച് ചെയ്യാണ്, പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. പക്ഷേ ഈ സമയത്ത് നമുക്കത് ചെയ്ത് നോക്കിയാലേ പറ്റുള്ളൂ. അത് എങ്ങനെയോ ആ സമയത്ത് വരും. അതാണ് ആക്ടേഴ്സ് എല്ലാവർക്കും ചോദിച്ചാൽ അവർക്ക് അറിയില്ല അതെങ്ങനെ വരും. ആ സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ആ മൂഡിലൊക്കെ എത്തപ്പെടുമായിരിക്കും. അങ്ങനെയായിരിക്കും. അല്ലാതെ ഭയങ്കര പാടായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചിന്തിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ പാടായിട്ട് ചിന്തിച്ചിട്ടൊന്നുമില്ല. ഇത് ചെയ്തേ പറ്റൂ, കാരണം നമ്മുടെ സർവൈവലിന്റെ ഭാഗമാണ്, ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ബേസിലിന്റെയും ചേട്ടന്റെയും സീൻ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒത്തിരി സീൻസ് വരുന്നുണ്ട്. പക്ഷെ ബേസിലിന് ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ടല്ലോ. ചില സമയത്ത് പുള്ളി ഫണ്ണാണ്, ചില സമയത്ത് കുറച്ച് ആക്റ്റീവാണ്. പക്ഷെ ചേട്ടൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഒരു മോഡാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും അതിൽ വരുന്നില്ല. ത്രൂ ഔട്ട് ഈ പറയുന്ന ഒരു ഡാർക്ക് രീതിയിൽ നിൽക്കണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി മേ ബി നമ്മൾ അതിന് കുറച്ച് മുന്നേ കുറച്ച് ഫൺ രീതിയിൽ ഇരിക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡാർക്ക് ഈ ഒരു ടോൺ പിടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനുള്ള ഒരു ബുദ്ധിമുട്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഉണ്ടാവും. നമ്മൾ ഇതിൽ സീന് തൊട്ട് മുമ്പ് നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. പക്ഷെ ആ സമയത്ത് വരുമ്പോൾ നമ്മൾ അതെങ്ങനെ അറിയില്ല. അത് ആ മൂഡ് ഞാൻ പറഞ്ഞില്ല, ആ സീനിന്റെ മൂഡും അപ്പോഴെല്ലാവരും സൈലന്റ് ആവുമല്ലോ. സീൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും സൈലന്റ് ആവും. അപ്പം നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ കട്ട് ചെയ്യും. ഞാനും മറ്റേ കോ ആക്ടറും മാത്രമേ ഉള്ളൂ, ഈ സ്ഥലം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാകും.
ഇപ്പോൾ എൻ്റെ സീനാണ് ആദ്യം ഭയങ്കര കലിപ്പനാണ് എൻ്റെ കയ്യിൽ, അതെ പിന്നെ ഈ പറഞ്ഞ നിസ്സായാവസ്ഥയിൽ മരിക്കാൻ പോകുന്നുണ്ട്, പിന്നെ ഇരുന്ന് കരയുന്നുണ്ട്, പട്ടിയെ പോലെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ചുറ്റിലും ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ മനഃപൂർവ്വം നമ്മൾ കട്ട് ചെയ്തേ പറ്റൂ. ആ സമയത്ത് ക്യാമറയും ആരും ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കില്ല, ഞാനും കോആക്ടറും മാത്രമേ ഉണ്ടെന്ന് വിചാരിക്കുള്ളൂ. അങ്ങനെ വിചാരിച്ചാലേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അതെ. ഇതിൽ അമ്മ വേഷം ചെയ്തിട്ടുള്ളത് സന്ധ്യ രാജേന്ദ്രൻ മാം ആണ്. നമ്മുടെ ആക്ടർ മുകേഷ് സാറിന്റെ അനിയത്തിയുമാണ്, ആക്ടർ രാജേന്ദ്രൻ സാറിന്റെ വൈഫുമാണ്. ദിവ്യദർശന്റെ അമ്മയാണ്. അതെ, ദിവ്യദർശൻ സാറിന്റെ അമ്മയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കോമ്പിനേഷൻ? അമ്മ മകൻ സീൻ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ തുടക്കകാലത്ത് ഇപ്പോഴും കുറേ പേര് പറയാറുണ്ട്, സിനിമയിൽ വന്ന സമയത്തൊക്കെ എന്നെ കണ്ട ദിവ്യദർശന്റെ കട്ടുണ്ടെന്ന് പറയുമായിരുന്നു എവിടെയൊക്കെയോ ആൾക്കാർ പറയുമായിരുന്നു. അന്ന് പറയും എന്തോ അറിയില്ല, എന്താണെന്ന് അറിയില്ല, മുകേഷിന്റെ പെങ്ങളുടെ മോന്റെ കട്ടുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു. അപ്പം എനിക്ക് നോക്കിയിട്ട് മനസ്സിലായിട്ടില്ല, ചിലപ്പോൾ കാണുമായിരിക്കും, എവിടെയെങ്കിലും ഒക്കെ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ കട്ടുള്ള ഒരാളുടെ അമ്മ എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ചേച്ചി ഭയങ്കര നല്ലൊരു ആക്ടറാണ്, കിടിലൻ ആക്ടറാണ് അവർ. ഓരോ ഇമോഷനൊക്കെ മൈന്യൂട്ട് നമുക്ക് അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോൾ തോന്നില്ലായിരിക്കും, പിന്നെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത് അയ്യോ ഇവരെന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് ആ ചവിട്ടുന്ന സീനും ഞാനും സംസാരിക്കുന്ന സാധനമൊക്കെ ഭയങ്കര രസം. എൻ്റെ അമ്മയെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ എൻ്റെ പറഞ്ഞ വീട്ടിൽ കിടന്ന് കാണിക്കുന്ന പോലെയാണ് ഞാൻ അതിൻ്റെ അത് കാണിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര രസമായിരുന്നു അവരോട് അഭിനയിക്കാൻ. ഭയങ്കര കിടില ആക്ടറാണ് ചേച്ചിയുടെ അഭിനയിക്കാനും ഭയങ്കര കംഫർട്ടായിരുന്നു. നമുക്ക് എപ്പോഴൊക്കെ നമ്മുടെ അമ്മയായിട്ട് തോന്നും, അമ്മയായിട്ട് സംസാരിക്കണമല്ലേക്ക് തോന്നും. അതെ.